ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും മറ്റൊരു അടിപൊളി വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് ഒരു സെലിബ്രിറ്റി യൂട്യൂബറിനെ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് സമയം ഇപ്പോൾ 5:30 ആയിട്ടുള്ളൂ, ഈവനിങ് 5:30. ഇപ്പോൾ ഇവിടെ വിൻ്റർ സീസൺ ആയത് കാരണം പെട്ടെന്ന് തന്നെ ഇരുട്ടാവുന്നുണ്ട്. അപ്പോൾ ഇത് ഇരുട്ടായി തുടങ്ങി. അപ്പോൾ ഇത് നമ്മൾ ബസ്സിലാണ് പോകുന്നത്. ആൻഡ് ഈ ഒരു സെലിബ്രിറ്റി വരുന്നത് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു അടുത്തുള്ള ഒരു മാളിൽ തന്നെയാണ്. ജസ്റ്റ് ഒരു 3 കിലോമീറ്റേഴ്സ് ഉള്ളൂ. അപ്പോൾ നമ്മൾ ബസ്സിൽ കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണുക. അപ്പോൾ നമ്മൾ അവിടെ എത്തിയപ്പോൾ മറ്റൊരു സെലിബ്രിറ്റീനെ കൂടെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരെ കാണാൻ പോകുന്നത് നിങ്ങൾക്ക് തമ്പുന്നയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ളത് ഇന്ന് അവിടെ ഒരു കേക്ക് ഫെസ്റ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ കേക്ക് മേക്കിംഗ് കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ജഡ്ജായിട്ടാണ് നമ്മുടെ ഈ ഒരു യൂട്യൂബർ വരുന്നത്. അപ്പോൾ അവിടെ കോമ്പറ്റീഷൻ സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സെലിബ്രിറ്റീനെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, നമ്മുടെ ആയിഷാസ് കിച്ചണിലെ ആയിഷേനാണ് നമ്മൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇതാ കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇതാ കണ്ടസ്റ്റൻസിനുള്ള ഇൻസ്ട്രക്ഷൻസും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി കണ്ടസ്റ്റൻസ് എല്ലാവരും സ്പഞ്ച് കേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ അവർ ചെയ്യണം. പിന്നെ അത് ഇവിടെ സൈഡിലായിട്ട് ഉത്സവക്കാഴ്ച എന്ന് പറഞ്ഞിട്ടൊരു ഉത്സവ പറമ്പ് പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് കാണാം. നമുക്ക് ആ ഒരു റൂൾസൊക്കെ കേട്ട് വെറുതെ ബോറടിക്കണ്ടല്ലോ. പിന്നെ അത് ക്രിസ്മസിൻ്റെയും കുറേ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ കണ്ടസ്റ്റൻസ് എല്ലാവരും അവരുടെ സ്പഞ്ച് കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ അവർ ചെയ്യണം. അപ്പോൾ ഇതാ കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഈ കാണുന്ന നമ്മുടെ ആയിഷാസ് കിച്ചണിലെ ആയിഷത്തെയും അവരുടെ മോളുമാണിത്. അപ്പോൾ നമ്മൾ നേരിട്ട് കണ്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫോട്ടോ ഞാൻ ലാസ്റ്റിൽ കൊടുക്കാം കേട്ടോ. നമുക്കറിയാം, ഒരുപാട് വീട്ടമ്മമാർക്ക് പ്രചോദനമായിട്ടുള്ളൊരു ലേഡിയാണ് ഇവർ. ഒരുപാട് മില്യൺസോളം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരാളാണ്. ഒത്തിരി പ്രചോദനം നൽകുന്ന നല്ലൊരു യൂട്യൂബറാണ്. അപ്പോൾ അവരിങ്ങനെ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ഒന്ന് പോയിട്ട് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ പോയിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റി, സംസാരിച്ചു, അതുപോലെ ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പോൾ അവരാണ് കേട്ടോ ഈ ഒരു കോമ്പറ്റീഷനിലെ ജഡ്ജ്. പിന്നെ മറ്റുള്ള വേറെ ഷെഫായിട്ടുള്ള ജഡ്ജസും ഉണ്ടായിരുന്നു. അങ്ങനെ കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 1.5 മണിക്കൂറോളം അവർക്ക് ടൈം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കോമ്പറ്റീഷൻ അവിടെ നടക്കട്ടെ. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് ഇവിടുത്തെ ഒരു ഒരുപാട് മത്സരങ്ങളും ടാസ്കുകളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് അവരുടെ ഓരോ ക്വസ്റ്റ്യൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിനനുസരിച്ച് അവർ പ്രേക്ഷകർക്ക്, കാണികൾക്ക്, ഓഡിയൻസിന് വേണ്ടിയിട്ടുള്ള ഓരോ ടാസ്ക് ആയിരുന്നു. ഗിഫ്റ്റും സമ്മാനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഈ ഒരു പയ്യന് ഫസ്റ്റ് ഗിഫ്റ്റ് കിട്ടി. അങ്ങനെ ഓരോ കുസൃതി ചോദ്യങ്ങൾ, അതുപോലെ മാത്സ് പരമായിട്ടുള്ള ഓരോ ക്വസ്റ്റ്യൻസ്, ക്വിസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഒരു ടാസ്കിൽ ഞാനും പങ്കെടുത്തിരുന്നു. അപ്പോൾ എനിക്കൊരു പ്രൈസ് കിട്ടി. അപ്പോൾ പ്രൈസ് ഓപ്പൺ ചെയ്തപ്പോൾ ഒരു വാച്ചായിരുന്നു, ഒരു സ്മാർട്ട് വാച്ചാണ് ഗിഫ്റ്റായിട്ട് കിട്ടിയത്. അപ്പോൾ ഇനി നമുക്ക് ഇവിടേക്ക് ഒന്ന് ചുറ്റി നടന്ന് കാണാം. ഇവിടുത്തെ സൈഡിലൊരു ഉത്സവക്കാഴ്ച എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കാലങ്ങളായിട്ട് ഇവിടെ UAE-യിലൊക്കെ നിൽക്കുന്നവർക്ക്, നാടൊക്കെ മിസ് ചെയ്യുന്നവർക്കൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പ്ലേസ് ആയിട്ടാണ് അവരിവിടെ ഒരുക്കിയിട്ടുള്ളത്. ചായ പീടിയുണ്ട്, അതുപോലെ നമ്മുടെ ആൽമരത്തിൻ്റെ അതുപോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് ഉത്സവ പറമ്പിലൊക്കെ കാണുന്ന കളിപ്പാട്ടങ്ങൾ, ടോയ്സുകൾ, കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു സ്റ്റേജൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതാ നെക്സ്റ്റ് കാണാൻ പോകുന്ന സെലിബ്രിറ്റി ഇതാരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അനേകം നമ്മൾ ആക്ട്രസ് ആശ ശരത്തിനെ കണ്ടുമുട്ടി. അവരുടെ മുകളിലത്തെ നിലയിൽ അവരുടെ കൈരളി കലാകേന്ദ്രം എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ഡാൻസ് സ്കൂളിൻ്റെ പെർഫോമൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ചുറ്റി നടന്നൊക്കെ കണ്ടപ്പോൾ ഇതാ ഈ ഒരു പെർഫോമൻസിന് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് നേരം അവരുടെ കുട്ടികളുടെയൊക്കെ ഓരോ പെർഫോമൻസ് കാണാം. അപ്പോൾ ഇവിടെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ സൈഡിലിങ്ങനെ നിൽക്കുന്നുണ്ട്, ആക്ട്രസ് ആശ ശരത്ത്. അപ്പോൾ അവർ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കുട്ടികളൊക്കെ. അവരുടെ ഡാൻസ് സ്കൂളിലെ കുട്ടികളുടെ പെർഫോമൻസ് ആണ്. നെക്സ്റ്റ് ഡാൻസ് ആണ്, ക്ലാസിക്കൽ ഡാൻസ്, അതുപോലെ മ്യൂസിക്, പാട്ട്, അങ്ങനെ ഒരുപാട് പെർഫോമൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ കുട്ടികളെ നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി.
ഇത് കാണികളായിട്ട് ഒരുപാട് പേരുണ്ടായിരുന്നു. അവരുടെ പാരൻസ് ആയാലും കുട്ടികളുടെ പാരൻസ് ആയാലും അതുപോലെ ഒരുപാട് വ്യൂവേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഹാള് ഫുള്ളായിരുന്നു. അടുത്തത് ഈ ഒരു കുട്ടി മക്കളുടെ സോങ്ങാണ്. നല്ല അടിപൊളിയായിട്ട് അവർ പാടുന്നുണ്ടായിരുന്നു. ക്ലാസിക്കൽ ഡാൻസ് മാത്രമല്ല സിനിമാറ്റിക് ഡാൻസും സോങ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കുറച്ചായിട്ട് നമുക്ക് കാണാം. മുഴുവനായിട്ട് വീഡിയോ എടുത്തിട്ടില്ല. ആൻഡ് ഇനി നമുക്കൊന്ന് താഴെ പോയിട്ടൊന്ന് എങ്ങനെയുണ്ട് നമ്മുടെ കേക്ക് കോമ്പറ്റീഷൻ എന്തായി എന്ന് പോയി നോക്കാം. ഇപ്പോൾ ഏകദേശം 1.5 hour കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് താഴെ ഒന്നുകൂടെ ഒന്ന് പോയി നോക്കാം. അപ്പോൾ ഇത് കേക്ക്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി കേക്ക്സ്, എല്ലാവരും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ആ ഒരു ക്രിസ്മസ് തീമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാ ജഡ്ജസ് ഓരോന്നും ഇങ്ങനെ ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോന്നും ചെക്ക് ചെയ്തിട്ടുണ്ട്, ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിന്നർ ആരെയാണ് സെലക്ട് ചെയ്തതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നിന്നില്ല. അതിന് മുമ്പ് തന്നെ നമ്മൾ പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു വ്ളോഗ്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം നടന്നിട്ടുണ്ടായത് നമ്മുടെ സഫാരി മാളിലാണ്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ ഇതാ നമ്മുടെ ബസ് വന്നിട്ടുണ്ട്. നമ്മൾ തിരിച്ചു പോരുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.